കഴിഞ്ഞ ദിവസം ടി.വി. ചാനലുകൾ മാറ്റുന്നതിനിടെ വളരെ കൗതുകകരമായ ഒരു കാര്യം കാണാനിടയായി. മറ്റൊന്നുമല്ല, കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ ചാനൽ. ആ ചാനൽ അവർ ഒരു കോഫി ടൈം എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ നടത്തുന്നത്. അത് മിക്ക ചാനലുകളിലും നമ്മൾ കാണാറുള്ളതാണ്. ഇത്തരത്തിൽ അവർ ആ കോഫി കപ്പ് ചാനലിൽ നിന്ന് തൽക്കാലം ഒഴിവാക്കിയിരിക്കുകയാണ്. കപ്പോ അല്ലെങ്കിൽ കപ്പിൽ ഒഴിച്ചിരിക്കുന്ന ഓട്സോ കാര്യങ്ങളോ ഒന്നും അവരിനി വാർത്ത വായിക്കുന്ന സമയങ്ങളിൽ കഴിക്കില്ല, കുടിക്കില്ല. കാരണം നോമ്പ് കാലമാണ്. അപ്പോൾ അത് കാണുമ്പോൾ നോമ്പെടുത്തിരിക്കുന്ന മുസ്ലിം മതവിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടാകും, അവരുടെ വിശ്വാസം വ്രണപ്പെടും എന്നൊക്കെ കരുതിയിട്ടാണ് അവർ ആ കപ്പ് മാറ്റിയിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം ജയസൂര്യൻ സാർ? ഒരു വിഭാഗം ആളുകളോട് ഒരു കൂട്ടർ കാണിക്കുന്ന ഇത്തരം അനുകമ്പ, കരുണ, സ്നേഹം ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഇത് അനുകമ്പ കൊണ്ടോ കരുണ കൊണ്ടോ സ്നേഹം കൊണ്ടോ അതിവിശാലമായ മതമാനവികത കൊണ്ടോ ഒന്നുമല്ല. ആ കപ്പ് പിടിച്ചിരിക്കുന്ന കൈ വെട്ടിക്കളയുക എന്നുള്ള പേടി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ തല പോകുക എന്നുള്ള പേടി കൊണ്ട് മാത്രം. ഈ സംഭവം നടന്ന 24 ചാനലില് ശ്രീകണ്ഠൻ നായരുടെ ഷോയിലാണ്. അതായത് ഈ സംഭവം ഞാൻ കാണുന്നത് മീഡിയയിൽ കൂടിയാണ്. മീഡിയ വൺ ചാനലിലെ പരമപരിശുദ്ധരായ, വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ല, ശുദ്ധ സാത്വികരായ നല്ല മതേതരക്കാര് 3 പേര് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുകയാണ്. അപ്പൊ ആ ചർച്ചയിലാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമായിട്ട് എനിക്കിത് തോന്നി. ഇതൊരു നിസ്സാര കാര്യമല്ല. എന്താണ് കാരണം? രാവിലെ ചായ കപ്പുമായിട്ട് വന്നപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ ഇത് റംസാൻ മാസം, അപ്പോൾ ചായ കുടിക്കുന്ന പരിപാടി ഒഴിവാക്കിക്കൂടെ, രാവിലെ പ്രഭാത ഭക്ഷണം എന്നുള്ള നിലയിൽ ആ ചായ കൂടി ഒഴിവാക്കിക്കൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കിട്ടേണ്ട താമസം ശ്രീകണ്ഠൻ നായർ കപ്പ് താഴെ വെക്കുന്നു. പിന്നെ റംസാൻ മാസമല്ലേ, അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. നമുക്ക് കേൾക്കുമ്പോൾ വളരെ നല്ല ഒരു കാര്യം, മതേതരത്വം, സ്നേഹം, ഇതൊക്കെ നമുക്ക് തോന്നും. നല്ല കാര്യമാണ്. ഞാൻ ശ്രീകണ്ഠൻ നായരെ പിന്തുണയ്ക്കുന്നു. ശ്രീകണ്ഠൻ നായർക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നു. അങ്ങനെ വേണം. മറ്റാർക്കെങ്കിലും മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഒരു ചാനലിലെ ഒരു അവതാരകനോ മറ്റാരെങ്കിലുമോ ചെയ്യാൻ പാടില്ല. അക്കാര്യത്തിൽ പ്രബുദ്ധ കേരളത്തിന് വലിയ അഭിമാനകരമായ ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് 24 ചാനലിലെ ശ്രീകണ്ഠൻ നായർ. എനിക്ക് ശ്രീകണ്ഠൻ നായരോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. റംസാൻ മാസം എന്ന് പറയുന്നത് 29 ദിവസമാണ്. ചിലപ്പോൾ അത് 30 ആവും. എന്നാലും ഈ 29, 30 ദിവസം ഈ ഒരു മഹാമനസ്കത അദ്ദേഹം കാണിക്കുന്നത് കേരളത്തിലെ 24% വരുന്ന മുസ്ലിം സമൂഹത്തോടുള്ള അവരുടെ വിശ്വാസത്തോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് കൊണ്ടും ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ്. അത് അങ്ങേയറ്റം അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ശ്രീകണ്ഠൻ നായരുടെ ഒപ്പം നിൽക്കാൻ കേരളത്തിൽ ആരുമില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് ശ്രീകണ്ഠൻ നായരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. കേരളത്തില് 24% മുസ്ലിം ഉണ്ടെങ്കിൽ 54% ഹിന്ദു ഉണ്ട്. 54% വരുന്ന ഹിന്ദുവിന് മാസത്തിൽ 2 ഏകാദശി നോമ്പുണ്ട്. വെളുത്തവാവ് ഏകാദശിയും കറുത്തവാവിന്റെ ഏകാദശിയും. അങ്ങനെ വർഷത്തിൽ 24 ഏകാദശിയുണ്ട്. ഈ 54% വരുന്ന ഹിന്ദു ഏകാദശി ദിവസം വ്രതമെടുക്കുന്നവരാണ്. പലതരത്തിലുള്ള വ്രതമാണ്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഈ 54% വരുന്ന ഹിന്ദുവിനോടും സ്നേഹം കാണിക്കേണ്ടതല്ലേ? 54% വരുന്ന ഹിന്ദുവിനോടും ബഹുമാനം കാണിക്കേണ്ടതല്ലേ? 54% വരുന്ന ഹിന്ദു ചെയ്യുന്നത് പോലെ ഏകാദശി ദിവസം വ്രതമനുഷ്ഠിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഏകാദശി ദിവസം കപ്പ് താഴെ വെക്കുന്നില്ല? റംസാൻ ദിവസം കപ്പ് താഴെ വെക്കുന്ന ശ്രീകണ്ഠൻ നായരുടെ മാനസിക അവസ്ഥ ഹിന്ദുവിന്റെ നേരെ വരുമ്പോൾ എന്തുകൊണ്ട് ഉണരുന്നില്ല? അവിടെ എന്തുകൊണ്ട് സ്നേഹം വരുന്നില്ല, മാനവികത വരുന്നില്ല, മതത്തോടുള്ള ബഹുമാനം വരുന്നില്ല, വ്രതത്തോടുള്ള അങ്ങേയറ്റത്തെ ആഭിമുഖ്യം വരുന്നില്ല? അപ്പോ 54% വരുന്ന ഹിന്ദുവിനോട് കാണിക്കാത്ത സ്നേഹം 24% വരുന്ന മുസ്ലിമിനോട് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സർ, എല്ലായ്പ്പോഴും മാധ്യമങ്ങളും അല്ലെങ്കിൽ ചില ആളുകളും ഒക്കെ ഇത്തരത്തിൽ ഈ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കാറുണ്ട്. ഇവർക്ക് അനുകൂലമായുള്ള ചില നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒപ്പം അതിന്റെ കൂടെ തന്നെ എനിക്ക് മറ്റൊരു ചോദ്യം കൂടിയുള്ളത്, ഇക്കൂട്ടർ ഇത്തരത്തിലുള്ള ചേർത്തുപിടിക്കലുകൾ, ഇത്തരം കാര്യങ്ങളിലുള്ള ചേർത്തുപിടിക്കലുകൾ അല്ലെങ്കിൽ ഇത്തരം ഇവർക്ക് അനുകൂലമായ ചില കാര്യങ്ങളിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എടുക്കുന്ന ഇത്തരം നിലപാടുകൾക്കൊക്കെ ഇവർ അർഹരാണ്. നീതു ചോദിച്ച ചോദ്യം വർത്തമാന കേരളത്തിൽ വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഈ ചേർത്ത് പിടിക്കൽ? ഞാൻ ഓർക്കുന്നു, ഈ ചേർത്ത് പിടിക്കൽ ആരംഭിച്ചിട്ട് 2000 ആണ്ടിന് ശേഷമാണ് ഈ ചേർത്ത് പിടിക്കൽ വന്നത്.
2000 ആണ്ടിന് മുമ്പ് വരെ ഇവിടെ മറ്റു യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ മുസ്ലിം സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സ്കൂളിലെ കോളേജിലെ പാഠപുസ്തകങ്ങളുടെ സിലബസുകൾക്ക് മാറ്റം വന്നു. അവിടെ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും പഠിപ്പിച്ചുകൊണ്ടിരുന്നതെല്ലാം റദ്ദാക്കപ്പെട്ടു. അതായത് സനാതനധർമ്മവും ഭാരതീയവുമായി ബന്ധപ്പെട്ട എല്ലാ സിലബസുകളും മാറ്റപ്പെട്ടു. ആരെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ്? ഇസ്ലാമിനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ. അതിന്റെ കാരണം എന്താണ്? അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ പൊതുവെ പറയാറുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിൽ എന്ന്. എന്നാൽ അത് മാത്രമല്ല, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇസ്ലാമിക സമൂഹം മുൻകൈ നേടിയതോടുകൂടി കേരളത്തിലെ പത്രങ്ങൾക്ക് വരുന്ന പരസ്യ വരുമാനം, പണ്ടൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പത്ര പരസ്യങ്ങൾ കൊടുക്കാൻ മുസ്ലിം സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നു. ഇവിടുത്തെ ചാനലുകൾക്ക് പരസ്യം കൊടുക്കുമ്പോഴും ഇത് തന്നെ ആവർത്തിക്കുന്നു. അതുപോലെ സിനിമാ നിർമ്മാണം തുടങ്ങിയ മേഖലകൾ, മാസികകൾ, വാരികകൾ എന്നിവയുടെ പ്രസിദ്ധീകരണം, പത്രമാധ്യമങ്ങളുടെ പ്രസിദ്ധീകരണം, ചാനലുകളുടെ പ്രസിദ്ധീകരണം, അതിന്റെ എണ്ണം, ഇതൊക്കെ നോക്കുമ്പോൾ മീഡിയയുടെ മേഖലയും ഇൻഡസ്ട്രി, ബിസിനസ് എന്നീ മേഖലയിലും ഇസ്ലാമിക സമൂഹം നേടിയ മുന്നേറ്റം സാമ്പത്തികമായിട്ട് അവരെ ശക്തരാക്കി. ഈ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് രാഷ്ട്രീയം പിടിച്ചെടുക്കാൻ സാധിക്കുന്നു. ഈ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാനലുകളെയും പത്രങ്ങളെയും വിലക്കെടുക്കാൻ കഴിയുന്നു. ഇങ്ങനെ സാമ്പത്തിക ശക്തിയായിട്ട് ഇസ്ലാമിക സമൂഹം മാറിയതോടുകൂടി അവരോടൊപ്പം നിന്നില്ല എങ്കിൽ കഞ്ഞികുടി മുട്ടും എന്നുള്ള അവസ്ഥ വരും. മാത്രമല്ല, പല സ്ഥാപനങ്ങളും ഏറ്റെടുക്കാൻ മാത്രം സാമ്പത്തിക ശേഷി ഇവിടുത്തെ ഇസ്ലാമിക ബിസിനസ്സുകാർക്ക് നേടാൻ കഴിയും. മുഖ്യധാര മാധ്യമങ്ങളുടെ പല മാധ്യമങ്ങളുടെയും വൻതോതിലുള്ള ഷെയറുകൾ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, സ്വന്തമായിട്ടുള്ള മാധ്യമങ്ങൾ തുടങ്ങാനും സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയെ ഹൈജാക്ക് ചെയ്യാനും കേരളത്തിന്റെ മാധ്യമ മേഖലയെയും കേരളത്തിന്റെ സിനിമാ മേഖല അടക്കമുള്ള കലാ സാംസ്കാരിക മേഖലകളെയും സ്വന്തമാക്കാൻ ഇസ്ലാമിക സാമ്പത്തിക ശക്തിക്ക് സാധിക്കുന്നു. എന്നാൽ ഈ ഇസ്ലാമിക സാമ്പത്തിക ശക്തിയുടെ പിന്നിൽ ഇസ്ലാമിക ഭീകരവാദം പിടിമുറുക്കുന്നു. ഇത് അറിയണമെങ്കിൽ കഴിഞ്ഞ 30 കൊല്ലം മുമ്പ് ഇല്ലാതിരുന്ന വസ്ത്രധാരണ രീതി, ഭക്ഷണ രീതി, ഇതൊക്കെ തന്നെ ഇന്ന് ഇസ്ലാമിക സമൂഹം സ്വീകരിക്കുന്നു. അത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വസ്ത്രധാരണത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ പ്രേം നസീർ മുസ്ലിമാണ്. പ്രേം നസീറിന്റെ പഴയകാല കുടുംബ ഫോട്ടോകൾ ഒന്ന് എടുത്തു നോക്കൂ. അതിനകത്ത് ഈ പറയുന്ന ഇന്ന് കാണുന്ന വസ്ത്രധാരണ രീതി ഒന്നുമില്ല. അതുപോലെ ആരുടെ തന്നെയാണെങ്കിലും, ഞാനിപ്പോ പ്രേം നസീർ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രേം നസീർ ആവട്ടെ, മമ്മൂട്ടി ആവട്ടെ, ആരും ആവട്ടെ, അവരുടെയൊക്കെ പഴയകാല കുടുംബ ഫോട്ടോകളിൽ കാണാത്ത വസ്ത്രധാരണ രീതി ഇന്ന് കാണുന്നു. അതുപോലെ ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ബിസിനസ് രംഗത്ത് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ പണ്ട് ഒരു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 6 മുസ്ലിം പാർട്ടികൾ ഉണ്ടായിരിക്കുന്നു. അവരൊക്കെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. കേരളത്തിന്റെ പത്രങ്ങൾ, ചാനലുകൾ, സിനിമാ മേഖല അടക്കമുള്ള കലാമേഖലകൾ, ബിസിനസിന്റെ സകല മേഖലകളും എല്ലാം തന്നെ ഇന്ന് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഇസ്ലാമിന്റെ പരിപൂർണ നിയന്ത്രണത്തിലായി കേരളത്തിന്റെ പൊതുസമൂഹം മാറിയപ്പോൾ ഇസ്ലാമിക അടിമത്തത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു പ്രദേശമായി, ഒരു സുൽത്താനേറ്റിന്റെ കീഴിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാരണം. പക്ഷെ ഇത് പറയാൻ ആർക്കും ധൈര്യമില്ല. പറഞ്ഞാൽ തല പോകും അല്ലെങ്കിൽ കൈ പോകും എന്നുള്ള അവസ്ഥ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോൾ മുതൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും കുനിയാൻ പറയുമ്പോൾ കവിഴ്ന്നു വീണ് ഇഴയുകയാണ്. ഇതാണ് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതാപരമായ യാഥാർത്ഥ്യം. ജയസുരൻ സാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ബിസിനസ് രംഗത്തുൾപ്പെടെ വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ഇക്കൂട്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ വ്യാപാര മേഖലയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ചാനലുകളിൽ ഉൾപ്പെടെ, ചാനലിന്റെ പ്രധാന പരസ്യ സ്രോതസ്സുകളിൽ ഉൾപ്പെടെ ഇക്കൂട്ടർ വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിക്കുമ്പോൾ മറുത്തൊരു വാക്ക് പറയാൻ സാധിക്കില്ല. ഏറ്റവും ഒടുവിൽ ജയസൂര്യൻ സാർ കൺക്ലൂഡ് ചെയ്തതുപോലെ കമിഴ്ന്ന് വീണ് ഇഴയുക എന്നത് മാത്രമാണ് ഇക്കൂട്ടർക്ക് മുന്നിലുള്ള വഴി. അതുകൊണ്ടായിരിക്കാം 24 പോലെയുള്ള ഒരു ചാനലിൽ നിന്നും പ്രഭാത ഭക്ഷണ രീതി, ആ രീതിയിൽ വാർത്ത വായിക്കുക എന്ന രീതിയിൽ നിന്നും വലിയ രീതിയിൽ മാറ്റം വരുത്തി അവരൊരു കപ്പ് തന്നെ ഒഴിവാക്കിയത്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.